ഇന്ന് നമ്മുടെ വ്ളോഗിൽ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ്, എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് കളക്ഷനെ കുറിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് നമ്മളെ സൈക്കാറ്റ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടു കാണും. സൈക്കാറ്റ് പ്ലാന്റ്സിൻ്റെ വലിയ വെറൈറ്റി നിങ്ങൾ കണ്ടു കാണും വീടുകളിലൊക്കെ മണ്ണിലും ചട്ടിയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് ഈ കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ ഹാങ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സൈക്കാറ്റ് പ്ലാന്റ് ആണ്. അപ്പം ഞാനിതിൻ്റെ പോട്ട് മിക്സ് ആയിട്ട് മെയിനായിട്ട് കൊടുക്കാറ് മണ്ണ്, ചാണകം, മണൽ, ഈ ഒരു മൂന്നെണ്ണത്തിൻ്റെ ഒരു മിശ്രിതമാണ് ഞാൻ പോട്ടിംഗ് മിക്സ് ആയിട്ട് മെയിനായിട്ട് കൊടുക്കാറ്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് ഒന്ന് ചാണകം ഒന്ന് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ സൈക്കാറ്റ് പ്ലാന്റ്സ് ഒന്നാണ് ഞാൻ ആക്ച്വലി വാങ്ങിയത്. ആ സൈക്കാറ്റ് പ്ലാന്റ്സിൻ്റെ ഒന്ന് ഞാൻ ആ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ 3 തൈയായിട്ട് ഒന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 വേറൊരു ഹാങ്ങിങ്ങിലേക്ക് ആക്കി. ഇപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ചെറിയൊരു ബ്രൗൺ ലൈൻ പോകുന്നുണ്ട്. ഗ്രീനാണ് പ്ലാന്റ്സ്, നല്ലൊരു ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതായത് ഒരു സൈക്കാറ്റ് പ്ലാന്റ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ അതേ ഒരു മിനിയേച്ചർ ഭംഗി ഇതിനുണ്ടാവും. അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ബ്രൗൺ വരകൾ ഇങ്ങനെ പോവും. അതും വളരെ ലൈറ്റാണ് ആ കളറ്, നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവും. പക്ഷെ നല്ലൊരു നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹാങ്ങിങ് ഒക്കെ, ഒരു വെറൈറ്റി ഹാങ്ങിങ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ സൈക്കാറ്റ് പ്ലാന്റ്സ് ട്രൈ ചെയ്യാം. അടുത്തത് ഈ കാണുന്ന വെരിഗേറ്റഡ് അറീലിയ. എൻ്റെ ഗാർഡനിലെ ഞാനിത് അത്യാവശ്യം വലിയ ചട്ടികളിലാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാങ്ങിങ് ആയിട്ടും വെരിഗേറ്റഡ് അറീലിയാസ് നിങ്ങൾക്ക് വെക്കാം. അതേപോലെ തന്നെ നിലത്ത് ചട്ടിയിലും അല്ലെങ്കിൽ മണ്ണിലും ഒക്കെ നിങ്ങൾക്ക് വെരിഗേറ്റഡ് അറീലിയാസ് വളർത്താം. വെരിഗേറ്റഡ് അറീലിയാസ് എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. കാരണം ഇത് നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് നല്ല ഷ്രബായിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഒരുപാട് ഇത് ഇരട്ടിപ്പിച്ചെടുത്തതാണ്, മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാടെണ്ണം ഞാൻ വളർത്തിയെടുത്തതാണ്. എൻ്റെ കയ്യിൽ ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടയിൽ നിന്നോ അതുപോലെ വാങ്ങിയത് ഏതാണ്ടൊരു നല്ലൊരു ഹെൽത്തി പ്ലാന്റ് വാങ്ങിയിട്ട് പിന്നെ അതിൽ നിന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇഷ്ടം പോലെ വെരിഗേറ്റഡ് അറീലിയസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് വെരിഗേറ്റഡ് അറീലിയസ്. ഇതിൻ്റെ ഇലകളുടെ ഭംഗി തന്നെയാണ് ഇതിൻ്റെ ഒരു എടുപ്പ് എന്ന് പറയുന്നത്. ആ ഇലകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നടുവിൽ പച്ച കളറും ആ ബോർഡർ വൈറ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇലകളുടെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഭയങ്കര ഭംഗിയുള്ളൊരു ചെടിയാണ്. പക്ഷേ കറക്റ്റ് ടൈമിൽ ഇതൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കണം, അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വളർന്നു പോകും. അപ്പോൾ അത് അത്ര ഒരു കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഏതാണ്ടൊക്കെ ഒരു പ്രൂണിങ് ടൈം ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചെറിയൊരു ബോൺസായി മരങ്ങളുടെ ആ ഒരു വേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബോൺസായിൻ്റെ റിസംബ്ലൻസ് ഒക്കെ ഉണ്ട്. അടുത്ത ആളെന്ന് പറയുന്നത് ഈ ഒരു ഗ്രാസാണ്. ഇയാളുടെ ഒറിജിനൽ പേരെന്ന് പറയുന്നത് ഹെമിഗ്രാഫിസ് റെപ്പാൻഡ ഗ്രീൻ എന്നാണ് ഇതിൻ്റെ ഈ വെറൈറ്റീൻ്റെ പേര്. ഒരിത് നിങ്ങൾ കണ്ടു കാണും. ഹാങ്ങിങ്സിന് പറ്റിയൊരു ചെടിയാണ്. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് കട്ട് ചെയ്ത് നിർത്തണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് ഒരു അത്യാവശ്യം ഒരു സെമി ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് നല്ല തെറിച്ച് വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഡാർക്ക് ഗ്രീൻ നഷ്ടപ്പെടും. പകരം അതിനൊരു പെയിൽ യെല്ലോ വരും. ഇപ്പം തന്നെ എൻ്റെ ഹാങ്ങിങ്സ് വെച്ച ഒരു സ്പേസ് ഞാൻ മാറ്റാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ചില റെപ്പാൻഡ ഗ്രീൻ്റെ ഈ വെറൈറ്റീൻ്റെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കളർ ഇങ്ങനെ പെയിലാവുന്നത്. ഇതും എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. അടുത്ത ഹാങ്ങിങ്സ് അത് ഫേൺസ് ആണ്. ഫേൺസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കിണറിൻ്റെ വക്കത്തൊക്കെ പച്ച കളറിൽ നമ്മൾ കയ്യിലടിച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൊടി വരും, അതാണ് ഫേൺസ്. ആ ഫേൺസിൻ്റെ വേറൊരു വെറൈറ്റിയാണ് സത്യം പറഞ്ഞാൽ ഇത്. ആ വെറൈറ്റി, ഞാൻ പറഞ്ഞ വെറൈറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ്ങിങ്സിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു ഫോറസ്റ്റ് ഒരു കാട്ടുചെടിയായിട്ട് പോകുന്നതാണ്. ഇത് നമുക്ക് ഹാങ്ങിങ്ങിന് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ട് വീട്ടിൽ വളർത്താവുന്നതാണ് ഈ ഒരു ടൈപ്പ് ഫേൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗോൾഡൻ യെല്ലോ ആണ്. ആൻഡ് വേരുകൾ ഇങ്ങനെ ഒരുപാട് തിങ്ങി നിൽക്കും. ഒരുപാട് വേരിങ്ങനെ ചട്ടിയിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വേരിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ വേരൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം, അപ്പോൾ നല്ല കറക്റ്റായിട്ട് നിൽക്കും. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് തിക്കായിട്ടാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത്. ഇതിൻ്റെ കളറും നല്ല അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ചട്ടിയോ എങ്ങാനാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്. പിന്നെ അതിൽ നിന്ന് വന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് പടുമുള പൊട്ടും താഴത്തുനിന്ന് വേരുന്ന് തന്നെ.
മാറ്റി വെച്ചിട്ടാണ് ഇത്രയും കാണുന്ന ചട്ടികൾ എല്ലാം ഈ ഒരു യെല്ലോയിഷ് ഗോൾഡൻ ഫേൺസ് വളർത്തിയെടുത്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലാന്റാണ്. ഒരു വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് നല്ല സൺലൈറ്റ് അടിക്കുമ്പോൾ കൂടുതൽ കളർ കിട്ടും. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ ഞാനിപ്പോൾ ഒരു ജസ്റ്റ് ഒരു 2 months ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കുഞ്ഞതായി നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. എല്ലാത്തിൻ്റെയും പോട്ടിംഗ് മിക്സ് ഞാൻ യൂസ് ചെയ്യുന്നത് സെയിം തന്നെയാണ് കേട്ടോ. മണ്ണ് സാധാ റെഡ് കളർ മണ്ണ്, അതുപോലെ തന്നെ മണൽ, ചാണകപ്പൊടി. അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് ഈ കാണുന്ന റെഡ് ഡ്യൂറാണ്ട എന്ന് പറയും. റെഡ് ഡ്യൂറാണ്ട ഭയങ്കര ഭംഗിയുള്ള പൂക്കളാണ്. ചുവന്ന ചീരയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് വലുതാണ്. അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ. ഇതും നമുക്ക് നല്ല രീതിയിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു സംഭവമാണ് ഈ റെഡ് ഡ്യൂറാണ്ട എന്ന് പറയുന്നത്. ഇതും ഒരുപാട് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ വെച്ചാൽ തന്നെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ വേര് പൊട്ടി ഉണ്ടാവാവുന്നതാണ്. ഇത് ഇപ്പം ഞാൻ ഈ കാണുന്നത് ഞാൻ നിലത്ത് ചട്ടിയിൽ വെച്ചിട്ടുള്ള റെഡ് ഡ്യൂറാണ്ടാസാണ്. കണ്ടോ? അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഭംഗിയാണ്. നമ്മൾ ഇങ്ങനത്തെ തരം പ്ലാന്റ്സിൻ്റെയൊക്കെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ ഗാർഡനിങ് ചെയ്യുന്ന സമയത്ത് കൂട്ടത്തോടെ ഇങ്ങനെ വെക്കണം. കൂട്ടത്തോടെ ഇങ്ങനെ വെക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ചെടികളുടെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഒരുപാടെണ്ണം കൂട്ടത്തോടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും ആ ഒരു ഭംഗി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. നല്ല ഇലകളാണ്, നല്ല വെയിൽ, അതായത് നല്ല തെറിച്ച വെയിൽ, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയാസിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഷെയ്ഡിൽ ഈ ഒരു പ്ലാന്റ് വെക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഡാർക്ക് റെഡ് പോയിട്ടൊരു പെയിൽ റെഡായി മാറും. ഇനി അടുത്ത ആൾ ഈ കാണുന്ന എപ്പീസിയാണ്. എപ്പീസിയ ചില സ്ഥലത്തൊക്കെ ഫ്ലെയിം വയലറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ എപ്പീസിയയുടെ 3 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. അതായത് ഒന്ന് നിങ്ങൾ ഈ കാണുന്ന ആ ഗ്രീനിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു വൈറ്റ് സ്കെയിൽസ് പോകുന്ന ഈ ഒരു വെറൈറ്റി നല്ല ചുമന്ന് നല്ല ഡാർക്ക് റെഡ് കളർ പൂക്കൾ തരും. അതാണ് എൻ്റെ കയ്യിലുള്ള ഒരു വെറൈറ്റി ഓഫ് എപ്പീസിയ. ഇലകളായാലും പൂക്കളായാലും കാണാൻ ഒരുപാട് ഭംഗിയുള്ള ഒരു ചെടിയാണ് എപ്പീസിയ. പ്രത്യേകിച്ച് നമുക്ക് പരിചരണം കാര്യങ്ങളൊന്നും വേണ്ട. ഒരു കാര്യം എന്ന് പറയുന്നത് ഷെയ്ഡിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പുറത്ത് ഈ കാണുന്ന ഈ ഒരു ബ്രൗൺ ഇലകളാണ്, അതിലൊരു വൈറ്റ് സ്കെയിൽസ് ഇങ്ങനെ പോകുന്ന പോലെ. ഇതും നമുക്ക് ഡാർക്ക് റെഡ് ചുവന്ന പൂക്കൾ തരുന്ന ഈ ഒരു വെറൈറ്റിയാണ് പിന്നെ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റിൽ എപ്പീസിയ വളർത്തരുത്. കാരണം അത്രയും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത് ഇതിൻ്റെ ഇലകളുടെ കളറൊക്കെ വളരെ മങ്ങി ഭയങ്കര ഡ്രൈ ആയി ശോഷിച്ച് നിൽക്കും. അപ്പോൾ ഒരു ഷെയ്ഡ് തന്നെ എപ്പീസിയ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇതേപോലെ കണ്ടോ ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഓരോ പ്ലാന്റ്സിനും അതിൻ്റേതായിട്ടുള്ളതുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ പിങ്ക് എപ്പീസിയാണ്. പിങ്ക് പൂക്കളുണ്ടാവും. അപ്പോൾ നിർഭാഗ്യവശാൽ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പൂക്കൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും പിങ്കാണ്. ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇല ഇച്ചിരിയും കൂടി ഡാർക്ക് കളറാണ്. പിന്നെ ഇതേപോലെ വൈറ്റ് സ്കെയിൽസ് നടുവിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വ്യത്യാസം. ഇപ്പോൾ ഇതിൽ നല്ല പിങ്ക് പൂക്കൾ ഉണ്ടാവും. ഇത് ഹാങ്ങിങ്ങും അല്ലാണ്ട് നമുക്ക് ഇത് ഞാനൊരു ടയർ പോലുള്ളൊരു സെറ്റപ്പായിരുന്നു, അതിൽ ഞാൻ വളർത്തിയെടുത്താണ്. ഒന്ന് വെച്ചാൽ തന്നെ അത് തന്നെ പ്രൊപ്പഗേറ്റായി പെട്ടെന്ന് തന്നെ സ്പ്രെഡായി കിട്ടും. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല തിക്കായിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു സംഭവമാണ് എപ്പീസിയ എന്ന് പറയുന്ന പൂക്കൾ. ഹാങ്ങിങ്ങിൽ ഞാൻ അടുത്തത് വെച്ചിട്ടുള്ളത് ഈ പോത്തോസാണ്. പോത്തോസിനെ കുറിച്ച് പിന്നെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരുപാട് വെറൈറ്റീസ് ഓഫ് പോത്തോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലും കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് നിങ്ങൾ ഈ കാണുന്ന നോർമൽ ഗ്രീനിൽ വെള്ള ഷെയ്ഡ് ഇലയിലൂടെ പോകുന്ന ടൈപ്പ് ഓഫ് പോത്തോസ്. പിന്നെ ഇത് രണ്ടാമത്തെ വെറൈറ്റി ഓഫ് പോത്തോസാണ്. ഒരുപാട് വെള്ള അങ്ങനെ വൈറ്റ് പാച്ചസ് ഒരുപാടുണ്ടാവും. അതിൻ്റെ ഇടയിൽ ലൈറ്റായിട്ടുള്ള ഗ്രീൻ പോകുന്ന ടൈപ്പ് ഓഫ് പോത്തോസ്. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് പോത്തോസ്. പിന്നെ എൻ്റെ കയ്യിലുള്ള നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് പ്യോർ യെല്ലോ കൈൻഡ് ഓഫ് പോത്തോസാണ്. അപ്പം ഈ പ്യോർ യെല്ലോ കൈൻഡ് ഓഫ് പോത്തോസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഈ ഒരു പോത്തോസാണ് പ്യോർ ഗോൾഡൻ യെല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഷെയ്ഡിൽ തന്നെയാണ് സജസ്റ്റ് ചെയ്യുക. ഒരു കാരണവശാലും ഒരുപാട് വെയിൽ ഞാൻ ഇതൊന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സെക്ഷനിലുള്ള ഹാങ്ങിങ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതൊരു സെക്ഷനാണ്.
ഇതാ ആ സെക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇതൊക്കെ ഞാൻ ക്ലാമ്പ് വെച്ച് സപ്പോർട്ട് ചെയ്ത് എല്ലാം അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ അത് കണ്ടോ, ആ ഭാഗത്തൊക്കെ വെരിഗേറ്റഡ് റിലിയാസ് ഉണ്ട്. നമ്മളുടെ മുന്നത്തെ വീഡിയോയിൽ കണ്ടവർക്കറിയാം ബ്ലീഡിങ് ഹാർട്ട് വൈൻ ഞാൻ പടർത്തിയിരുന്നു അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഒരുപാട് കൊലാന്ന് പൂക്കളായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചെടികളുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം.